ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് ഗീ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അതല്ല മുഴുവനായിട്ട് ഓയിൽ എടുക്കേണ്ടവർക്കും അങ്ങനെയും എടുക്കാം. ഇനി നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ബേ ലീഫ്, 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 2 പട്ട എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സവാളയിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 പച്ചമുളക്, ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി, വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു 5 എണ്ണം. ചെറുതാണെങ്കിൽ 10 എണ്ണം എടുക്കണം. ഇതെല്ലാം മിക്സിയിൽ ഒന്നിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മീഡിയം സൈസുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരാൻ നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിയില 1 കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി അളവിൽ പുതിനയില ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3, 4, 5 നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത്രയും ചേർത്ത് കൊടുക്കാം. എഗ്ഗ് പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കണം. മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരഞ്ഞെടുക്കുന്നത്. അതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് എഗ്ഗ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് നമ്മൾ അരി ഇട്ട് ഇളക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അരമണിക്കൂർ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള അരിയാണിത്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഏത് കപ്പിലാണോ നിങ്ങൾ അരി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കണം. അപ്പോൾ 4.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസ് കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ച എഗ്ഗും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയത്താണ് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം പാത്രം അടച്ചു വെച്ചതിന് ശേഷം സിമ്മിലാക്കിയതിന് ശേഷം 10 മിനിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേ റെസിപ്പി തന്നെ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ 7 മിനിറ്റ് മതിയാവും. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം പാത്രം സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി.
ഇപ്പോൾ എളുപ്പത്തിൽ ഒരു എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, എന്നാൽ ഓവറായിട്ട് കുക്കായിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സവാളയും കാഷ്യൂനട്ടും ഒന്നും ഫ്രൈ ചെയ്തിട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഒന്നും വീണ്ടും ചേർത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്